ഇന്നൊരു ടയറിങ് ഡേ ആണ് കേട്ടോ. എനിക്ക് നല്ല ജലദോഷമുണ്ട്, എൻ്റെ സൗണ്ടൊക്കെ പോയി. അപ്പോൾ അപ്പോൾ ഒന്ന് ലീവ് എടുത്തിരിക്കുക. എന്ത് ബ്യൂട്ടിഫുൾ മോർണിംഗ് ആണെന്ന് നോക്കിയാൽ. നല്ല സൺലൈറ്റ്, ചെറിയ തണുപ്പുണ്ടാവും കേട്ടോ. സ്റ്റില്ല ഈ എന്താ പറയുക, ഇത്ര വെയിലുണ്ടെങ്കിലും ആ വെയിലത്തിന് മാറി തണലത്തോട് നിൽക്കുമ്പോൾ നമുക്ക് നല്ല തണുപ്പുണ്ടാവും. കുഞ്ഞപ്പൻ്റെ ഹൈ ചെയർ പുറത്ത് കിടക്കുക കേട്ടോ. കാരണം എന്നാണെന്നറിയാം, ഞങ്ങൾ ഇന്ന് അവനെ പുറത്തിരുത്തിയ ഫുഡ് കൊടുത്തേ, അതെടുത്ത് ഉള്ളിലോട്ട് വെക്കണം. അവൻ നിലത്തിട്ട പാത്രമാണ്, ഒന്നും എടുത്തു വെച്ചില്ല. നിങ്ങളിതൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇവനൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടോ, എന്തൊരു ഭംഗിയായി പൂവൊക്കെ കാണുമ്പോൾ തന്നെ സന്തോഷം വരുന്നു. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹോം ഓണേഴ്സ് ഞങ്ങളോട് പറഞ്ഞതാണ് കേട്ടോ, വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നട്ടുപിടിപ്പിക്കാമെന്ന്. ഞങ്ങൾ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച പുല്ല് വെട്ടിയത്, എത്ര പെട്ടെന്നാണ് പുല്ല് വളരുന്നതെന്ന് നോക്കിക്കേ. ഇവിടുത്തെ ഗരാജ കേട്ടോ, ഞങ്ങളുടെ ബാക്കിയാടാ. കുഞ്ഞപ്പൻ്റെ ഉറക്കത്തിലെ പരിപാടി കേട്ടോ ഇത്. എന്തൊക്കെയോ ചിന്തിക്കലും ചിരിക്കലും ടാറ്റ കൊടുക്കലും ഒക്കെ. ഇന്നലെ പഠിച്ചതൊക്കെയാണെന്ന് തോന്നുന്നു, ഇന്ന് ഒരു ഉറക്കത്തിൽ ഓർമ്മിച്ച് വെക്കുന്നതായിരിക്കും. അവൻ ഉറക്കമൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവനും ഡാഡയും കൂടെ ഒക്കെ കളിയൊക്കെ ആയി കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ചെറിയ പണികളൊക്കെ ഒതുക്കി. ABCD പടം അറിയത്തില്ല, തെറ്റാത്. അങ്ങനെയല്ല. കുഞ്ഞു ഹൈ ഹൈ. ഞങ്ങളെന്തായാലും പുറത്തൊന്ന് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച്. ചെറിയൊരു ഷോപ്പിങ്ങും അതിനുശേഷം ഒരു റൈഡുമാണേ. നല്ല ജലദോഷം കാരണം എൻ്റെ വീഡിയോയിലുടനീളം എൻ്റെ ശബ്ദം ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആണ് കേട്ടോ. ഏന്ന പരിപാടി, നല്ല വെയിലൊക്കെ ഉണ്ടല്ലോ, നല്ല വെയിലുണ്ട്. എല്ലാം കണ്ടിരിക്കുവാണോ കുട്ടപ്പൻ? കുഞ്ഞപ്പൻ്റെ എല്ലായിടക്കും നോക്കട്ടെ. അവൻ്റെ സ്ട്രോളറൊക്കെ എടുത്ത് നമ്മൾ പുറത്തോട്ട് പോകും. അയ്യോ, ഡോർ അടങ്ങില്ലായിരുന്നു മര്യാദയ്ക്ക്. ആ ഓക്കെ. കുഞ്ഞപ്പോ ഹായ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞോ? എൻ്റെ തമ്പുരാനേ. അമ്പടാ ലിയോ കൂട്ടാ, അമ്പട കുമ്പാടി. നമ്മൾ കുഞ്ഞപ്പനെ ഉടുപ്പെടുക്കാൻ പോവുകയാണേ. കുഞ്ഞപ്പൻ ഈ ആഴ്ച തൊട്ട് നേഴ്സറി പോവും.
17-ാം തീയതി തൊട്ട് നേഴ്സറി പോകണം കുഞ്ഞപ്പനെ. എൻ്റെ അമ്മീ കുഞ്ഞപ്പ ഒന്ന് ചിരിച്ചേടാ, ഇടാ ഒന്ന് ചിരിച്ചേടാ, ഒന്ന് ചിരിച്ചേടാ. കുഞ്ഞോ ഇവിടെ കയറുമല്ലേ അപ്പു മറ്റലാണല്ലേ? കുഞ്ഞിനെ 17-ാം തീയതി തൊട്ട് അരമണിക്കൂർ അവൻ ആദ്യം സെറ്റിൽമെൻ്റ് ഉണ്ട്, നഴ്സറി വിടാൻ വേണ്ടി പോവാണ്. എനിക്ക് ജോലിക്കും പ്രോപ്പറായിട്ടുള്ള ജോലി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവന് നഴ്സറി വിടണം ആഴ്ചയിൽ ഒരു ദിവസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് കരുതി വന്നതാണ്. അവനിപ്പോൾ 8 മാസമാണ് പ്രായം കേട്ടോ. ഇപ്പം പുറകെ സെറ്റായി. നമ്മളിനി ചുമ്മാ ഒന്ന് സൈഡ് പോകാല്ലേ ഇടാ. ഇപ്പം നാളെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് ഇനി ചുമ്മാ ഒന്ന് കറങ്ങാം. നമ്മൾ വാങ്ങിച്ച സാധനങ്ങളുടെ ഐറ്റംസിന് ഏകദേശം 53 പൗണ്ടായിട്ടോ. ഇത് അനങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കാണുന്നില്ല. 53 പൗണ്ടായി. കുഞ്ഞിന് 2 ജമ്പറും എനിക്ക് 2 പാൻറ്റും അപ്പൂനൊരു വീട്ടിലിടുന്ന പാൻറ്റും അല്ലേ. ഇവിടെ എത്ര സമയം നമ്മൾ നടന്നു വന്നുകൊണ്ടിരുന്ന സ്ഥലമാണെന്നറിയോ. ഇവിടെ തൊട്ടടുത്തായിരുന്നു നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം മാറേണ്ടി വന്നു. ഇവിടെ കുഞ്ഞപ്പനെ നമ്മൾ സ്വിമ്മിങ്ങിന് വിടാൻ പോകുന്നത്. അത് ശരിയാ. നമുക്ക് ഇപ്പൊ തന്നെ കൊടുത്തിട്ടാലോ, എപ്പോഴെങ്കിലും കിട്ടുവാണെങ്കിൽ അന്നപ്പോ വിടാം. അവൻ ചെറുതായിട്ടൊരു നീന്തൽ പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ. എന്തായാലും അല്ലാതെ നമുക്ക് പഠിക്കാൻ വേണ്ടിട്ട് എന്തോരെ. ഇവനെ പ്രഗ്നന്റ് ആയിരുന്നപ്പോ എത്ര പ്രാവശ്യം നടന്നു വഴികൾ. ഇത് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതിലേ കൂടെ നടക്കും ബസ് സ്റ്റേഷനിലോട്ട്. ഇവിടെയായിരുന്നു നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്, ഈ ബിൽഡിങ്ങിൽ, ആ വലിയ ബിൽഡിങ്ങിൽ. ഇടയ്ക്കൊരു പാട്ട് പാടാൻ പറ്റുമോ? എന്നാലും യേശുദാസ് പാടുന്ന പോലെ പാടാനല്ല ഞാൻ പറഞ്ഞ, അല്ലാതെ പാടാനാ പറഞ്ഞ. ഇത് നിന്നായിരുന്നു ഡാഡാ പറയുന്നത്? കയാക്കിങ്. ഉറങ്ങി കേട്ടോ പാവം ചക്കരമുത്തി. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് തോന്നുന്നല്ലേ. എങ്കിലും ഒരു വീടെടുക്കാൻ പറ്റണേ എന്നൊരു പ്രാർത്ഥന. എല്ലാ വീടിന്റെ ഫ്രണ്ടിലും ചെടി കൊണ്ടുള്ള മതിലുകളാണ് കേട്ടോ, കോമ്പൗണ്ട് വോളുകൾ. നമ്മുടെ നാട്ടില് മിക്കതും മറ്റേ കല്ല് വെച്ച് കെട്ടുന്ന പോലെ. ഇവിടെ അത് കുറവാ. ഇല്ലെന്നല്ല, പക്ഷെ എന്നാലും ഭയങ്കര കുറവാ. നല്ല രസമല്ലേ അപ്പൊ അത് കാണാൻ വേണ്ടിട്ട്. ആണോ? പക്ഷെ നമുക്ക് ഇപ്പൊ കേറാൻ പറ്റില്ലല്ലോ, ടൈം ഉണ്ടാവും. എനിക്കൊന്ന് അതാന്ന് തോന്നുന്നു. അത് ചെല്ലമർ പാർക്കാ. എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. ഇതുപോലെ ഒരു ഇൻഡിപെൻഡന്റ് ഹൗസ് മേടിക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹമാണ്. അടിപൊളി ഫാം ലാൻഡ് ആയിരുന്നു. ഇതൊക്കെ ഇപ്പം കൃഷിയില്ല അല്ലേ. എനിക്കൊന്ന് കൊയ്ത് കഴിഞ്ഞിട്ട് കിടക്കുന്നതാണെന്ന് തോന്നുന്നത്. അപ്പോഴത്തെ ഗോതമ്പ് സംഭവം
ഇവിടെ കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന ഇവിടെ കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഇന്ന് കുഞ്ഞപ്പൻ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള മൈൽ സ്റ്റോണും കൂടെ അച്ചീവ് ചെയ്തു. അവൻ എഴുന്നേറ്റിരുന്നു. Good boy. Good boy. ഉമ്മയുടെ ചക്കിരി ഉമ്മയുടെ ചക്ക് പൊന്നെ അങ്ങോട്ട് പൊന്നെ.